17-ാം വയസ്സിൽ തോന്നിയ ലക്ഷ്യമാണ് ഒരു ഡോക്ടർ ആവുക എന്നത്. എന്നാൽ എല്ലാ മേഖലകളിലും മികച്ച നേട്ടം കൈവരാൻ നിങ്ങൾ ചൂസ് ചെയ്തത് ദർശനയായിരുന്നു. അങ്ങനെ നമ്മളോടൊപ്പം പഠിച്ചും രസിച്ചും കളിച്ചും ഒപ്പമുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നീറ്റ് എക്സാമിലേക്ക് പ്രവേശിക്കുകയാണ്. ഡിജിറ്റൽ ലേണിംഗ് സ്ട്രാറ്റജീസ് അവലംബിച്ചുള്ള പഠനരീതി, വീക്ക്ലി, മന്ത്ലി, ടേംലി എക്സാമിനേഷൻസ്, ഓൺ ടൈം ഇവാലുവേഷൻസ്, മാതാപിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും നൽകുന്ന പേഴ്സണൽ അക്കാഡമിക് കൗൺസിലിംഗ്, വിദ്യാർത്ഥികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും മാനസിക സമ്മർദ്ദം തരണം ചെയ്യുന്നതിനുമായുള്ള മോട്ടിവേഷണൽ സെഷൻസ്, ഓരോ എക്സാമിനും ശേഷം നടത്തുന്ന ദർശന എക്സലൻസ് അവാർഡ് വിദ്യാർത്ഥികളിലെ അറിവിനോടുള്ള ഊർജം വർദ്ധിപ്പിച്ചു. സമഗ്രമായി എന്നാൽ രസകരമായി സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്നത് ശ്രമകരമായിരുന്നു. എന്നാൽ പ്രഗത്ഭരായ അധ്യാപകരുടെ സാന്നിധ്യവും ട്രയാങ്കിൾ അക്കാഡമിക് ആംബിയൻസും വിശുദ്ധ ചാവറയച്ചന്റെ സാന്നിധ്യവും വിദ്യാർത്ഥികളെ എക്സാമിന് പ്രാപ്തരാക്കി. എൻട്രൻസ് കോച്ചിങ് എന്നാൽ ഒരു ടോക്സിക് ആംബിയൻസ് ആണെന്ന് കരുതി ഭയത്തോടെ എത്തിയ വിദ്യാർത്ഥികളെ കാത്തിരുന്നത് CMI കോൺഗ്രിഗേഷൻ മുന്നോട്ട് വയ്ക്കുന്ന ഹോളിസ്റ്റിക് എഡ്യൂക്കേഷണൽ സിസ്റ്റം ആയിരുന്നു. ഇറ്റ്സ് ആൻ എഡ്യൂക്കേഷൻ ഓഫ് മൈൻഡ്, ഹാർട്ട് ആൻഡ് സോൾ. മറ്റൊരു കോച്ചിങ് സെന്ററിനും നൽകാനാവാത്ത വിധം ഹോം എവേ ഫ്രം ഹോം ഫീലിംഗ് ഓരോ വിദ്യാർത്ഥികൾക്കും ലഭിച്ചു. അധ്യാപകർ അവർക്ക് അറിവ് നൽകുന്നവർ മാത്രമായിരുന്നില്ല, എന്തിനും കൂടെ നിൽക്കുന്ന സഹോദര തുല്യരായിരുന്നു. ക്ലാസ് ടീച്ചേഴ്സ് അവർക്ക് പേഴ്സണൽ കെയറേഴ്സ് മാത്രമായിരുന്നില്ല, അവരെ കണ്ടറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന സുഹൃത്തുക്കളായിരുന്നു. ഹോസ്റ്റൽ വാർഡന്മാർ അവർക്ക് പഠിക്കാനുള്ള ആംബിയൻസ് ഒരുക്കി കൊടുക്കുന്നവർ മാത്രമല്ല, അവർക്ക് മാതാപിതാക്കളായിരുന്നു. എല്ലാം ദൈവത്തിൽ അർപ്പിക്കാതെ ഒന്നും പൂർണ്ണമാവില്ല. പഠനത്തോടൊപ്പം കൃത്യമായ പ്രാർത്ഥനയും വിദ്യാർത്ഥികളുടെ സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിപ്പിച്ചു. നീറ്റ് എക്സാമിന് വളരെ നാൾ മുൻപേ സിലബസ് കംപ്ലീറ്റ് ചെയ്യുകയും കൃത്യമായ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് പ്രൊവൈഡ് ചെയ്യുകയും വഴി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ അപ്പിയർ ചെയ്യുന്ന നീറ്റ് എക്സാമിന് അവർ സജ്ജരായിരിക്കുകയാണ്. ജ്ഞാനത്തിന്റെ ദീപം തെളിയുമ്പോൾ അവിദ്യയുടെ ഇരുട്ട് അകറ്റപ്പെടുന്നു. ലീഡ് മീ ഫ്രം ഡാർക്ക്നെസ് ടു ലൈറ്റ്. അസതോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ. എങ്ങനെ ഫീൽ ചെയ്യുന്നു? 2 ദിവസം കഴിയുമ്പോൾ എക്സാം ആണ്, എങ്ങനെ ഫീൽ ചെയ്യുന്നു? ടെൻഷനൊക്കെ കുറഞ്ഞു. ഇന്നത്തെ എക്സാം എഴുതിയപ്പോൾ ഫിസിക്സ് ഒക്കെ കുറെ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു. ഞാൻ തുടക്കമൊക്കെ വന്നപ്പോൾ 45 ദിവസത്തിൽ 20 മുകളിൽ പോയാൽ തന്നെ ഭാഗ്യം വിചാരിച്ച. പക്ഷെ ഇപ്പൊ എനിക്ക് ഫിസിക്സ് ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ഇവിടുത്തെ ടീച്ചേഴ്സിന്റെ ഒക്കെ ക്ലാസ് കാരണം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ക്ലാസ്സസും സബ്ജക്ട് വൈസ് എന്ത് ഫീൽ ചെയ്യുന്നു? എനിക്ക് നന്നായിട്ടാണ് തോന്നിയത്. കാരണം ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ പേഴ്സണലി കിട്ടിയത് എനിക്ക് ഇവിടെ കഴിഞ്ഞ വർഷം റിപ്പീറ്റ് ചെയ്തപ്പോൾ എനിക്ക് അത് ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് തന്നെ ഓപ്റ്റ് ചെയ്തത്. ടീച്ചേഴ്സൊക്കെ ആയിട്ടുള്ള ഒരു മിങ്കിലൊക്കെ കാരണം എനിക്കിപ്പം എന്താ പറയുക, ഇപ്പോൾ ഒരുപാട് ഞാൻ മുന്നിലാണ്. സമാധാനത്തോടെ പഠിക്കാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. സ്റ്റാഫ് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. എപ്പോൾ വേണേലും ഞങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാറുണ്ട്. ഞാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇവിടെ ചേർത്തിരിക്കുകയാണ്. വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. എപ്പോൾ വിളിച്ചാലും പറയും. ദർശനയിലെ താമസ സൗകര്യവും ക്ലാസ്സും എല്ലാം വളരെ നന്നായിട്ടുണ്ടെന്ന് പറയും. എപ്പോഴും അവർ പറഞ്ഞു. ക്രാഷ് കോഴ്സിന് വന്ന് ചേർന്നിരുന്നു. ക്രാഷ് കോഴ്സ് കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, എനിക്ക് കിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ദർശനയിലേക്കാണ് വരിക. ദർശനത്തിൽ വളരെയധികം നല്ല സൗകര്യങ്ങളുണ്ട്. ഇനിയും ഒരുപാട് കുട്ടികൾ പഠിക്കേണ്ട ഒരു സ്ഥാപനമാണ്. നല്ല രീതിയിൽ ഇത് മുന്നോട്ട് പോകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഹോസ്റ്റലൊക്കെ കഴിഞ്ഞ് ഈ ഒരു വർഷം കഴിഞ്ഞിട്ട് സാഡായിട്ട് നിൽക്കുവാണ്. പോവണ്ടെന്ന് മനസ്സിൽ എവിടെയൊക്കെ ഉണ്ട്. എന്നാലും എക്സാം എഴുതാനായിട്ട് പോണം. ദർശനം ഒരുപാട് മിസ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഫുഡും ഹോസ്റ്റലും വാർഡന്മാർ എല്ലാവരും നല്ലതാണ്. എസ്പെഷ്യലി ഫാക്കൽറ്റീസ്, നോൺ ഫാക്കൽറ്റീസ് ആയാലും എല്ലാവരും ഭയങ്കര കെയറിങ്ങാണ്. അതുമാത്രമല്ല, ഞാൻ തമിഴ്നാട്ടിൽ നിന്നാണ് വന്നത്. എൻ്റെ ചേട്ടൻ പഠിക്കുന്നത് ചെന്നൈയിലാണ്. അവിടെ ഫുഡിനെ കുറിച്ച് അവൻ പറയുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, ഹോസ്റ്റൽ ഫുഡൊക്കെ എങ്ങനെയായിരിക്കും. ബട്ട് ആ പേടി എനിക്കിവിടെ വന്നപ്പോൾ ഫസ്റ്റ് ദിവസം തന്നെ ആ പേടി മാറി. അത്രയും നല്ല ഹോസ്റ്റലാണ്, അത്രയും നല്ല ഫുഡാണ്. ഇവിടെ വരാൻ ഒന്നും പേടിക്കണ്ട, ഭയങ്കര സേഫാണ്. ശരിക്കും പറഞ്ഞാൽ വലിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇങ്ങോട്ട് എന്താ ദൈവനിയോഗം പോലെ വന്ന പോലെ തന്നെ. എനിക്കാണെങ്കിൽ ആദ്യം വന്നപ്പോൾ ഇവിടെ ബേസ് എന്ന് പറഞ്ഞ സാധനം ഇല്ലായിരുന്നു. വേറൊരു അക്കാദമിയിലാണെങ്കിലും ഇത്രയും ബേസിൽ നിന്ന് പഠിപ്പിച്ച് നമ്മളെ തറവാക്കുന്ന ഒരു ഇതില്ല. എന്ത് പറയുന്നു? എങ്ങനെ തോന്നി എമിലിൻ്റെ ഈ ഒരു വർഷം? വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഞങ്ങൾ. നമ്മുടെ കൂടെ ക്രാഷിനുണ്ടായിരുന്ന ആലിയയുടെ പേരന്റാണ്. എന്ത് പറയുന്നു? എങ്ങനെ തോന്നി? നല്ല അനുഭവമായിരുന്നു. ഇന്നത്തെ എക്സാമിന് മാർക്ക് കണ്ടിട്ടില്ല. മോള് പറഞ്ഞു നല്ല എങ്ങനെ ഫീൽ ചെയ്യുന്നു നമ്മുടെ ഈ ഒരു വർഷം? ദർശന എൻട്രൻസ് കോച്ചിങ് കേട്ടപ്പോൾ പേടി തോന്നിയായിരുന്നോ? വല്ലാണ്ട് പേടി തോന്നിയായിരുന്നു. വീട് എവിടെയായിരുന്നു? കോഴിക്കോട്. എന്നിട്ട്
ഫേസ്ബുക്കിലാണ് ദർശനത്തിനെ പറ്റി കണ്ടത്. ഓക്കെ, പിന്നെ ഇങ്ങോട്ട് ഒരു വരവ് വരവായിരുന്നു. ആ വരവിൽ എന്ത് ഫീൽ ചെയ്തു? നല്ല എൻട്രൻസ് കോച്ചിങ് ഭീകര ഭീകര സത്വമാണ്. സത്വം. ഓക്കെ, പക്ഷെ ഇപ്പൊ ഇങ്ങനെ തോന്നുന്നില്ല. കാമാണ്. ഓക്കെ, ടെൻഷൻ ഇല്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നടത്തുന്ന നിങ്ങൾക്ക് ആ ടെൻഷൻ റിലീഫ് എങ്ങനെയാണ്? ഇവിടെ നമുക്ക് മാസത്തിലൊന്ന് വീതം ബർത്ത്ഡേ സെലിബ്രേഷനും പിന്നെ മന്ത്ലി മോഡൽ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഫിലിമൊക്കെ കാണിക്കുമായിരുന്നു. അതൊക്കെ വളരെയധികം നമുക്ക് ടെൻഷൻ ഫ്രീ ആയിരുന്നു. വളരെയധികം സങ്കടമുണ്ട് സത്യം പറഞ്ഞാൽ ഇന്ന് ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ ടീച്ചേഴ്സ് ആണെങ്കിൽ പോലും വളരെയധികം നമ്മളോട് ഒരു കൂട്ടുകാരെ പോലെ അല്ലെങ്കിൽ ഒരു ചേച്ചി പോലെ ചേട്ടനെ പോലെ അങ്ങനെയാണ് നമ്മളോട് പെരുമാറിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ വിട്ടു പോകാനും ഒക്കെ സത്യം പറഞ്ഞാൽ നല്ല വിഷമമുണ്ട്. അക്കാഡമി എന്ന് പറഞ്ഞാൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു അക്കാഡമിയിൽ നമുക്ക് വളരെ സന്തോഷമാണ്. അവിടെ ഏൽപ്പിച്ചു കൊടുത്താൽ മതി, എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ഓക്കെയാണ്. നമ്മൾ ഒന്നിൻ്റെ പിന്നാലെ നടക്കേണ്ടി വരില്ല. എൻ്റെ മോൾ ആദ്യം ക്രാഷ് ഇവിടെ ചെയ്തു. ആദ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് MBBS തന്നെ കിട്ടണമെന്ന് നിർബന്ധം പിടിച്ചിട്ടാണ് അടുത്ത ഒരു വർഷം കൂടി വന്നത്. വളരെ സന്തോഷം. എൻ്റെ മോൾ ഒരു വർഷം മൊത്തവും ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. ഇനി കുറച്ചുകൂടി സന്തോഷത്തോടു കൂടി തന്നെ തിരിച്ച് ഇവിടെ വന്ന് ഇവരുമായിട്ട് പങ്കുവയ്ക്കാനൊരു സന്ദർഭം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതെ, വളരെ എക്സൈറ്റഡ് ആണ് ഞങ്ങൾ. വളരെ സന്തോഷമുണ്ട്. ദർശന അക്കാഡമി തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാരന്റിങ് എങ്ങനെയാണോ അതുപോലെ ഒരു പാമ്പറിങ് ഇവിടെ നിന്ന് കിട്ടും എന്ന് എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ്. വളരെ സന്തോഷം. ആനന്ദവേളകളും നാദസന്ധ്യകളും കഴിഞ്ഞ് വിദ്യാർത്ഥികൾ പടിയിറങ്ങുമ്പോൾ കണ്ണീരായി മാറാത്തൊരു തീവ്രത നെഞ്ചിൽ വിറയ്ക്കുന്നു. എന്നിരുന്നാലും ലോകത്തിന്റെ പല കോണിലും നമ്മൾ പകർന്നു നൽകിയ ദീപനാളങ്ങൾ കത്തിജ്വലിക്കട്ടെ. മെയ് 4 നീറ്റ് എക്സാം എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ദർശന അക്കാദമിയുടെ പ്രാർത്ഥനാപൂർവമായ വിജയാശംസകൾ.